ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങളുമായി റിലേറ്റഡ് ആയിട്ട് ന്യൂ SCERT 8th സ്റ്റാൻഡേർഡിലെ 13th ലെസൺ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ആസിഡുകളെ കുറിച്ച് പറയുന്നുണ്ട്, ബേസുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ലവണങ്ങളുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീരുമോ എന്നുള്ള ഡൗട്ടാണ്. മാക്സിമം നമുക്ക് തീർക്കാം, ബാക്കി ഒരു നെക്സ്റ്റ് പാർട്ടായിട്ടും ചെയ്യും. അപ്പോൾ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ കഴിഞ്ഞ ദിവസം ആസിഡ്, ബേസ് എന്താന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്റ്മസ് പേപ്പറിന്റെ കാര്യങ്ങളും ഫിനോഫ്തലിന്റെ കാര്യങ്ങളും മീഥൈൽ ഓറഞ്ചുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ഇതെങ്ങനെയാണ് ആസിഡിനെയും ബേസിനെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയും ഏറ്റവും ആദ്യം തന്നെ ആസിഡുകളും ബേസുകളും എങ്ങനെ തിരിച്ചറിയാം എന്ന രീതിയിലാണ് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, നീല ലിറ്റ്മസ് പേപ്പറുമായും ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായിട്ട് ഓരോ വസ്തുക്കൾ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, എന്താ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്, റെഡ് ആക്കി മാറ്റുന്നത് എന്താണ്, ആസിഡ് ആണ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് ആസിഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് എന്താണ്, ബ്ലൂ ആക്കി മാറ്റുന്നത് ബേസ് ആണ് എന്നും നമുക്ക് അറിയാം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ അറിയേണ്ട കാര്യം. ആസിഡ് എന്താണ്, ബേസ് എന്താന്നുള്ള ഏറ്റവും ചെറിയ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് അതാണ് അല്ലെ. അപ്പോൾ ഇനി കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ലിറ്റ്മസ് പേപ്പറിന് എന്ത് നിറമാണ് നൽകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ഭാഗം നോക്കാം. അപ്പൊ ആസിഡിന്റെ പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, പുളി രുചിയായിരിക്കും അല്ലെ. പുളി രുചിയാണ് നമ്മൾ പഠിച്ചു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നുണ്ട് എന്നുള്ളതും പഠിച്ചു. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക, അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക. നിരീക്ഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്താണ്, സിങ്കിനോടൊപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്തിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് എന്താണ്. ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. സിങ്കിനോടൊപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും റിലീസ് ചെയ്യുന്നു. അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, അപ്പൊ എന്തുണ്ടാവും, സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഉണ്ടാവും. ഇനി മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇനി HCl പകരം മാഗ്നീഷ്യത്തോടൊപ്പം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആണ് ചേർത്താന്ന് വെക്കും. സൾഫ്യൂരിക് ആസിഡ് ചേർത്തെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, മാഗ്നീഷ്യം സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാവും. ഓക്കെ അല്ലേ, പറഞ്ഞ കാര്യം ഓക്കെ ആയല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന എന്താണ്, ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ. അപ്പൊ സിങ്ക്, മാഗ്നീഷ്യം, ഈ സിങ്കും മാഗ്നീഷ്യത്തിന്റെയും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സിങ്ക്, മാഗ്നീഷ്യം എന്നത് ക്രിയാശീലത കൂടിയ ലോഹങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്രിയാശീല ശ്രേണി ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ചു. PSC എക്സാം എഴുതാനായിട്ട് മാസൻ എന്നൊരു കുട്ടി എന്ത് ചെയ്തു, ഒരു ടിന്നില് ലഡുവുമായിട്ട് പോയ വഴിക്ക് ഹൈഡ്രജൻ ബലൂൺ കണ്ടു അല്ലെ. അപ്പോ ക്രിയാശീലത കൂടിയ ആ ഒരു ശ്രേണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിങ്ക്, മാഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കും അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ നമുക്ക് ആ ഒരു റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഹൈഡ്രജന്റെ മുകളിലുള്ള വാതകങ്ങളാണ് അല്ലെ ക്രിയാശീലത കൂടിയ വാതകങ്ങൾ എന്ന് പറയുന്നത്. അറിയാലോ, അതിനാണ് ആ കോഡ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു പുതിയ പോയിന്റ് ആണ് പഠിച്ചത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്, എന്നാലും അതൊന്നുകൂടി ഓർത്ത് വെക്കുക. സിങ്ക്, മാഗ്നീഷ്യം പോലെയുള്ള ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇനി ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ അല്പം കാൽസ്യം കാർബണേറ്റ് മാർബിൾ കഷ്ണങ്ങൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടോ, ഇതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുക. എന്താണ് നിരീക്ഷിക്കാനായിട്ട് സാധിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്, കണ്ടോ, ആസിഡുകൾ കാർബണേറ്റുകളുമായി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം റിലീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലേ. അപ്പോ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ അതെന്താ, പാൽ നിറമാവുകയാണ് ചെയ്യുക അല്ലെ. അപ്പോൾ കാർബണേറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
ആസിഡുകൾ കാർബണേറ്റുകളുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് സ്വതന്ത്രമാകുന്നത്. നമ്മൾ 2 പോയിന്റുകൾ പഠിച്ചു വെക്കണം. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു എന്ന പോയിന്റും, അതുപോലെ ആസിഡുകള് നോക്കൂ സിങ്ക്, മഗ്നീഷ്യം പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ, ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഈ 2 പോയിന്റും പഠിച്ചു വെച്ചേക്കുക. ഈ 2 പോയിന്റും മുൻപ് PSC ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ 2 പോയിന്റ് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ആസിഡുകളുടെ സവിശേഷതകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാക്കുന്നു, അതുപോലെ സിങ്ക്, മഗ്നീഷ്യം പോലെയുള്ള ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു. 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ആസിഡുകളിലെ പൊതുഘടകമാണ് ഹൈഡ്രജൻ. ആസിഡുകളിലെ പൊതുഘടകമാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകൾ ഉണ്ടോ? ഉണ്ട്. അവയെയാണ് നമ്മൾ എന്ത് പറയുക? ലൂയിസ് അമ്ലം അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ലൂയിസ് ആസിഡ് അത് PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലൂയിസ് ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ലൂയിസ് ആസിഡ് താഴെ തന്നിട്ടുള്ളവയിൽ ലൂയിസ് ആസിഡ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ഏത് എന്ന് പല PSCക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിൾ ഒക്കെ നോക്കാം. BH3 ബോറോൺ ഹൈഡ്രൈഡ്, അതുപോലെ ബോറോൺ Cl3. ഒരു സെക്കൻഡ്. BH3 ബോറോൺ ഹൈഡ്രൈഡ്. ഓക്കെ, ഇനി അടുത്തത് BCl3 അതെന്താണ്? ബോറോൺ ട്രൈക്ലോറൈഡ്. ബോറോൺ ട്രൈക്ലോറൈഡ്. പിന്നെ വരുന്നത് BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്. മറ്റൊരെണ്ണാണ് AlCl3 അലുമിനിയം ക്ലോറൈഡ്. ഇതൊക്കെ ലൂയിസ് അമ്ലങ്ങളാണ് കേട്ടോ. ലൂയിസ് അമ്ലങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നതെന്ന് പഠിക്കാം. ലൂയിസ് അമ്ലം അത് ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകളെയാണ് പൊതുവെ ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. എന്താണ്? ഇലക്ട്രോൺ ജോഡി വാങ്ങുന്നവയെ ആസിഡ് എന്നും ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നവയെ ദാതാക്കളെ എന്ത് ചെയ്യുന്നു? ബേസുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ ആസിഡുകളിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത് ഇതാണ്. ഹൈഡ്രജന്റെ പ്രതീകം എന്താണ്? നമുക്കറിയാം ഹൈഡ്രജനെ നമ്മൾ എങ്ങനെ എഴുതാറ്? H2 എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതാറ്? H2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. അപ്പോൾ ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോൺ ആണ് ഹൈഡ്രജൻ അയോൺ. അതായത് ഇപ്പൊ ഹൈഡ്രജനെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഹൈഡ്രജനെ വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ? ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോൺ. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിന്റെ ഷെല്ലിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോണും ഉണ്ട് അല്ലെ? ഒരു ഇലക്ട്രോണും ഉണ്ട്. ഈ രീതിയിലല്ലേ നമ്മൾ ഹൈഡ്രജനെ വരയ്ക്കാറ്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോൺ അങ്ങ് പോയി കഴിയുമ്പോഴാണ് ഇത് എന്താവുക? ഇലക്ട്രോൺ പോയാൽ പോസിറ്റീവ്. അപ്പോഴാണ് എന്താവുന്നത്? H+ അയോൺ ആയിട്ട് മാറുന്നത്. ഇലക്ട്രോൺ പോയതിനു ശേഷം പോസിറ്റീവ് ചാർജ് കൈവരിച്ചു, അത് H+ അയോൺ ആയിട്ട് മാറി. ഓക്കെ അല്ലേ? H+ അയോൺ. അപ്പോൾ ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോൺ ആണ് ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത്. ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോൺ ആണ് ഹൈഡ്രജൻ അയോൺ. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രാസസൂത്രം എന്താണ്? HCl എന്നാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് മാറും. ഈ ഹൈഡ്രജൻ HCl നമ്മൾ എന്താണ് അയണൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ജലത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ H+ അയോൺ H+ഉം Cl- ആയിട്ട് മാറും. വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് മാറുന്നു. ഇനി നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന അയോണുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഈ ബോക്സിലേക്ക് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അയണൈസേഷന്റെ റിസൾട്ട് ആയിട്ട് പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അതായത് ഹൈഡ്രജൻ അയോണും അതുപോലെ ക്ലോറൈഡ് അയോണും നമുക്ക് ലഭിക്കുന്നു പറഞ്ഞു. ഓക്കെ, H+ഉം അതുപോലെ തന്നെ Cl- ആയിരിക്കും ലഭിക്കുക. Cl- ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. നോക്കി H2SO4 ആണ്. അപ്പൊ നമുക്ക് 2H+ ലഭിക്കും, അതുപോലെ SO4 2- ലഭിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കണേ.
H2CO3, അതായത് കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെ അയണൈസേഷൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? 2H പ്ലസും 2H പ്ലസും ലഭിക്കും. അതുപോലെ 2H പ്ലസ്, അതുപോലെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? CO3, CO3 2 മൈനസ്, CO3 2 മൈനസ് ആണ്, 2 മൈനസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, ഫോസ്ഫോറിക് ആസിഡ് H3PO4 ആണ്, H3PO4. അപ്പൊ നോക്കിയേ, ഇവിടെ എങ്ങനെ വരും? ഫോസ്ഫോറിക് ആസിഡ് ആകുമ്പോൾ H3PO4 ആണ് അവിടെ ലഭിക്കുന്നത്. H3, 3H പ്ലസ്, അതുപോലെ PO4 4 മൈനസ്, PO4 raised to 4 മൈനസ് എന്ന് എഴുതണം. ഓക്കെ, ഓക്കെ ആണേ? ഇത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ഈ റേസ് ടു പോലെ വരുന്നില്ല, അതെനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. 2H പ്ലസ് CO3 റേസ് ടു 2 മൈനസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാട്ടോ, H2SO4ന്റെ അയണൈസേഷൻ, അല്ലെങ്കിൽ H2SO4നെ നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ നമുക്ക് 2 ഹൈഡ്രജൻ അയോണും SO4 2 മൈനസും ലഭിച്ചു. ഓക്കെ, ഇനി ഇവിടെ ഇതെങ്ങനെയാ ലഭിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് എഴുതി കാണിക്കാം, അപ്പൊ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ, H2SO4നെ നമ്മൾ എന്താ ചെയ്തേ? വെള്ളത്തിലിട്ടു അല്ലെ? വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത്, ഓക്കെ, അയണൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഡിവിഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒരു H പ്ലസ് അയോൺ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് HSO4 മൈനസും ഫോം ചെയ്യും. ഇനി അടുത്ത ഘട്ടത്തിൽ വീണ്ടും റിയാക്ഷൻ നടക്കുന്നത് ഈ HSO4 ആണ്. ഈ HSO4 റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? വീണ്ടും ഒരു H പ്ലസ് അയോൺ ഫോം ചെയ്യും. കൂടാതെ ഒരു SO4 2 മൈനസ് കൂടി ഫോം ചെയ്യും. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതിയേക്കുന്നത്? ഇവിടെ കണ്ടോ, സൾഫ്യൂരിക് ആസിഡിനെ 2 ഹൈഡ്രജൻ അയോണുകൾ. ഏതൊക്കെയാണ് 2 ഹൈഡ്രജൻ അയോണുകൾ? ഈ 2 ഹൈഡ്രജൻ അയോണുകൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 2H പ്ലസ്, പിന്നെ നമുക്ക് വരുന്ന SO4 2 മൈനസ്. ഇത് രണ്ടുമാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ, H2SO4 അയണൈസേഷന് വിധേയമാകുമ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ അയോണും HSO4 മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. പിന്നെ ഈ HSO4 എന്ത് ചെയ്യുന്നു? H പ്ലസ് അയോണായിട്ടും SO4 2 മൈനസ് അയോണും ആയിട്ടും വരുന്നു. അപ്പൊ ഇങ്ങനെ 2 ഹൈഡ്രജൻ അയോണുകളില്ലേ ഇവിടെ? അതാണ് ഈ 2H പ്ലസ് കേട്ടോ, പിന്നെ SO4 2 മൈനസ്. അതുപോലെയാണ് കാർബോണിക് ആസിഡ് ആണെങ്കിലും ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിലും ഒക്കെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഹൈഡ്രജന്റെ ഒരു അയോൺ അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഏക ബേസിക ആസിഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ആസിഡിന്റെ ബേസികത പറയാണ് ഇപ്പൊ നമ്മളെ. ഇനി ഇവിടെ കണ്ടോ, 2H പ്ലസ് അയോൺ ആണ്. ഇതെന്താണ്? ദ്വിബേസിക ആസിഡ് ആണ്. ഇനി അടുത്തത് 3 വന്നിട്ടുള്ളത് നോക്കിയേ, ഇത് ത്രിബേസിക ആസിഡ്. ഇപ്പൊ കുറച്ച് ആസിഡുകൾ നമുക്ക് തന്നിട്ട് ഇതിന് ഏകബേസികം ഏത്, അല്ലെങ്കിൽ ദ്വിബേസികം ഏത്, ത്രിബേസികം ഏത് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനായിട്ടൊക്കെ വരാം. അപ്പോൾ ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം അനുസരിച്ചാണ് ആസിഡിന്റെ ബേസികത തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആസിഡിന്റെ ബേസികത പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു അയോൺ ആണ് വരുന്നതെങ്കിൽ ഏകബേസിക ആസിഡ്, 2 ഹൈഡ്രജൻ അയോൺ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ബേസിക ആസിഡ്, 3 എണ്ണാണെങ്കിൽ ത്രിബേസിക ആസിഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ UPSC-ൽ അന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ആസിഡുകൾ തന്നിട്ട് അതിന്റെ ബേസികത എഴുതാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് ചെയ്യുക. മനസ്സിലായോ? ഇനി ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി പോവാതെ ഈ രീതിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ കണ്ടോ H2CO3, അപ്പൊ H2 എന്നാ, അപ്പൊ ഇവിടെ എന്ത് വരണം? 2H പ്ലസ് എന്ന് വരണേ. ഇനി CO3, അപ്പൊ ഇവിടെ 2 എന്ന് വന്നില്ലേ, ആ 2 തന്നെ ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് ആയിട്ട് കൊടുക്കണം. ഇനി H3PO4, അപ്പോൾ ഇവിടെ 3H പ്ലസ് കൊടുക്കണം. ഈ PO4ന്റെ അവിടെ ഇവിടെ എന്താ 3 അല്ലേ കൊടുത്തത്, ആ 3, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ 3 മൈനസ് ആണ് കേട്ടോ വേണ്ടത്. ഓക്കെ, പറഞ്ഞത് നന്നായി അല്ലേ? ഇവിടെ ഒരു 3 മൈനസും, ഓക്കെ, 3 മൈനസും വരും.
മനസ്സിലായോ? അപ്പൊ അതിൽ പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഇല്ല. നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞത്. ഈ രീതിയിൽ എഴുതാം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. HCl നമ്മൾ അയണൈസേഷൻ ചെയ്തപ്പോൾ ഇവിടെ എന്തായി? ഒരു H ഉള്ളത്. അപ്പൊ H പ്ലസ് കൊടുത്തു. Cl അപ്പോൾ മൈനസ് ചാർജ് കൊടുത്തു. ഇനി H2SO4 ഇവിടെ 2 H അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2H പ്ലസ് എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ പ്രോട്ടോൺ അതിനെ റിലീസ് ആവുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്ലസ് ചാർജ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള SO4 ഇവിടെ 2 കൊടുത്തോണ്ട് ഇവിടെ പ്ലസ് 2 പ്ലസ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 2 മൈനസ് ആയി. ഇനി H2CO3 അത് അയണൈസേഷന് വിധേയമായപ്പോൾ ഇവിടെ H2 അല്ലേ? അപ്പൊ 2H പ്ലസ് കൊടുത്തു. ബാക്കി CO3 ഉണ്ട്. CO3 ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? 2 മൈനസ് കൊടുക്കണം. ഇനി H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 3H പ്ലസ് പ്ലസ് പിന്നെ എന്താ ഫോം ചെയ്തത്? PO4 ആണ്. ഇവിടെ 3 അല്ലേ നമ്മൾ കൊടുത്തത്? പ്ലസ് അല്ലേ കൊടുത്തത്? ഇവിടെ 3 മൈനസ് ആയി. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇത് ഇത്രയും തന്നിട്ടേ ഈ ആസിഡുകളുടെ പേര് ഇങ്ങനെ തന്നിട്ട് ഇതിനകത്ത് ഏക ബേസിക ആസിഡുകൾ ഏതൊക്കെ അല്ലെങ്കിൽ ത്രിവിധ ബേസിക ആസിഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ അറിയാലോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇതനുസരിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തോട്ട് വരാം. ഇതിൽ നിന്ന് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. എല്ലാ ആസിഡുകളിലും എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡുകളെ കുറിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷനിലേക്ക് വരികയാണ്. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡ് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു ആസിഡിലെ പൊതുവായിട്ടുള്ള ഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ അയോണുകളാണ് ഈ ആസിഡുകളുടെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇനി നോക്കിയേ, H+ അയോണുകൾ H2O തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോണുകൾ ഫോം ചെയ്യുന്നു. ഈ H+ ഇല്ലേ, ഇവിടുത്തെ H2Oയോടൊപ്പം ചേരുമ്പോൾ ഇവിടെ എന്തായി? 3 ഹൈഡ്രജൻ ആയില്ലേ? അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഇതിനോടൊപ്പം ചേരുകയാണെ. അത് H3O+ അയോൺ ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയ പുളി രുചിയുള്ള വസ്തുക്കളിൽ ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ നിത്യജീവിതത്തില് ഓർഗാനിക് ആസിഡ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയ പുളിരുചിയുള്ള വസ്തുക്കളിൽ ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഓർഗാനിക് ആസിഡുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്നുകൂടി നോക്കാം. നാരങ്ങ നീര് പുളിരുചിക്ക് കാരണമായിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. നാരങ്ങ നീര് അല്ലെ, നാരങ്ങ നീര് സിട്രിക് ആസിഡ്. മോര്, തൈര് എന്നിവയിൽ ലാക്റ്റിക് ആസിഡ് നമ്മൾ പഠിച്ചതാണ്. പുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്. പുളി, മുന്തിരി ഇവയിലൊക്കെ ടാർട്ടാറിക് ആസിഡ് ആണ്. വിനാഗിരി അസറ്റിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. അപ്പൊ ഇത്രയും ആസിഡുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്തത്, സോഡ കുപ്പി തുറക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ച് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ സോഡ വെള്ളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മള് സോഡ കുപ്പി തുറക്കുമ്പോൾ പുറത്തേക്ക് സ്വതന്ത്രമായി പോകുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. സോഡ വെള്ളത്തിന്റെ സ്വഭാവം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സോഡ വെള്ളത്തിന് അസിഡിക് സ്വഭാവമാണ്, കാർബോണിക് ആസിഡ് ആണ്. സോഡ വെള്ളത്തിലെ ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം വരുന്നത്? നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം എഴുതുക. ഓക്കെ, കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം എന്ന് പറയുമ്പോൾ സോഡ വെള്ളം അല്ലെ. അപ്പോ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നത്. CO2 പ്ലസ് H2O ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കാർബോണിക് ആസിഡിന്റെ സൂത്രവാക്യം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ എത്ര H2 ഉണ്ട്? ഒരു H2 ആണുള്ളത്. H2. ഇനി കാർബൺ ഒരെണ്ണമാണ് ഉള്ളത് അല്ലെ. ഓക്സിജനോ 3 എണ്ണം ഇല്ലേ? O3. അപ്പൊ H2CO3 ആണ് എന്ത്? സോഡ വെള്ളത്തിലെ ആസിഡ്, കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡിന്റെ സൂത്രവാക്യം H2CO3. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഭാഗം,
ചുവടെ തന്നിരിക്കുന്ന രാസസമവാക്യം നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും തമ്മിൽ ചേർന്നിട്ട് H2CO3 കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓർത്ത് വയ്ക്കുക. ഇനി അലോഹ ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. അലോഹ ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നു. അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിച്ച് ആസിഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് SO2 എവിടെ ലയിക്കണം? ജലത്തിൽ ലയിക്കണം. H2O. അപ്പൊ നോക്കിയേ, H രണ്ടെണ്ണം ഉണ്ട്, സൾഫർ ഒരെണ്ണം ഉണ്ട്, ഓക്സിജൻ 3 ഉണ്ട്. ഇതെന്താണ്? H2SO3 സൾഫ്യൂറസ് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ എങ്ങനെയാ? H2SO4 ആണ്. SO4 ഇവിടെ ഓക്സിജൻ 3 ഉള്ളൂ. അപ്പൊ എന്തായി? സൾഫ്യൂറസ് ആസിഡ്. H2SO4 ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, H2SO3 ആണെങ്കിൽ സൾഫ്യൂറസ് ആസിഡ്. ഓക്കെ. അപ്പൊ അലോഹ ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അലോഹ ഓക്സൈഡ് ആയിട്ടുള്ള സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ ജലവുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആകുമ്പോൾ അവിടെ കാർബോണിക് ആസിഡും, അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് മിക്സ് ആകുമ്പോൾ അവിടെ സൾഫ്യൂറസ് ആസിഡും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കണം? അലോഹങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. നൈട്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് നൈട്രജൻ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഫോസ്ഫറസ് എന്ത് ചെയ്യുന്നു? ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയി മാറുന്നു ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട്. സൾഫർ ആണെങ്കിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഈ ഓക്സൈഡുകൾ പിന്നീട് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ആസിഡുകളുടെ രാസസൂത്രമാണ് പിന്നെ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഫോം ചെയ്ത ഓക്സൈഡുകൾ ഫോം ചെയ്തത് എങ്ങനെയാണ്? ഈ അലോഹങ്ങൾ എന്ത് ചെയ്തു? ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഫോം ചെയ്തു. അലോഹ ഓക്സൈഡുകൾ ഫോം ചെയ്തു. ഇനി ഈ അലോഹ ഓക്സൈഡുകൾ ജലവുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. ജലവുമായി പ്രവർത്തിക്കുമ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. നൈട്രിക് ആസിഡ് ആണ് എന്ത്? HNO3 ഫോം ചെയ്യും. ഓക്കെ. ഇനി ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയി മാറിയത് അല്ലെ? ഫോസ്ഫറസ് ഓക്സിജനുമായി പ്രവർത്തിച്ച് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയി. അത് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? H3PO4 ഫോസ്ഫോറിക് ആസിഡ്. H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഇനി സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്തു. ഇനി ഇതെന്താ ആസിഡ് ആയിട്ടാണ് മാറുക? സൾഫ്യൂരിക് ആസിഡ് ആയിട്ടാണ് മാറുക. സൾഫ്യൂരിക് ആസിഡ് H2SO4. ഓക്കെ. H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ അല്ലേ? എങ്ങനെ കിട്ടും? H2Oയും SO3യും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നു. നോക്കാട്ടോ. SO3യും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. സൾഫർ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 4. H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. നൈട്രജൻ ഓക്സിജനുമായി ചേർന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്ന് HNO3 എന്തുണ്ടാകുന്നു? നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇനി ഫോസ്ഫറസ് ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഫോം ചെയ്യുന്നു. ഫോസ്ഫറസ് പെന്റോക്സൈഡ് ജലവുമായി ചേർന്ന് H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇനി നമ്മുടെ സൾഫർ ഓക്സിജനുമായി ചേർന്ന് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഈ സൾഫർ ട്രയോക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇതിന്റെ ഫൈനൽ പോയിന്റിലേക്ക് വരികയാണ്. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാവുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി അസിഡിക് നേച്ചർ ഉള്ളവയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് അമ്ലമഴ, ആസിഡ് റെയിനെ കുറിച്ചാണ് പറയുന്നത്. ആസിഡ് റെയിൻ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഏതൊക്കെയാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന പദാർത്ഥങ്ങൾ അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. നമ്മളത് പഠിച്ചു.
കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. ഈ അലോഹ ഓക്സൈഡുകൾ പൊതുവെ ജലവുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന പദാർത്ഥങ്ങൾ അസിഡിക് നേച്ചർ ഉള്ളവയാണ്. ഇനി ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്. അത്തരം മേഖലകളിൽ സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ധാരാളമായി അന്തരീക്ഷ വായുവിൽ എത്തിച്ചേരുന്നുണ്ട്. ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളായി ഭൂമിയിൽ എത്തുന്നു. ഇത് അമ്ല മഴ എന്ന് അറിയപ്പെടുന്നു. അമ്ല മഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആസിഡ് റെയിൻ കേട്ടോ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നീ അലോഹ ഓക്സൈഡുകൾ പൊതുവെ വായു മലിനീകരണമുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ മഴവെള്ളത്തിൽ ലയിക്കുകയും അത് അമ്ലമഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് നോക്കിയേ, അമ്ലമഴയെ കുറിച്ച് പറയുന്നത് കണ്ട. വായു മലിനീകരണം ഏറെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടോ, വെള്ളവുമായി റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കണ്ട, ആസിഡ് മഴയായിട്ട് പെയ്യുന്നു. അമ്ലമഴ ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള സസ്യങ്ങളുടെ കഴിവ് കുറയുന്നു. അമ്ലമഴ മൂലം ജലസ്രോതസ്സുകളിൽ അസിഡിറ്റി കൂടുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നുണ്ട്. അമ്ലം മണ്ണിലെ ലവണധാതുക്കളുമായും ലോഹധാതുക്കളുമായും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അമ്ലമഴ കാരണമാകുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി വെക്കണേ. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്കിടെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യുക എന്നീ മുൻകരുതലുകളിലൂടെ അമ്ലമഴ ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കുവാനും അമ്ലമഴ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറികടക്കാനും കഴിയും. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. അമ്ലമഴ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രകൃതിയെ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു. അമ്ലമഴ ഇലകളെ നശിപ്പിക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി സസ്യങ്ങൾക്ക് കുറയുന്നു. അമ്ലമഴ മൂലം ജലസ്രോതസ്സുകളിൽ അസിഡിറ്റി കൂടുമ്പോൾ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ഒക്കെ നശിക്കും. കൂടാതെ മണ്ണിലെ ലവണങ്ങളും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? മണ്ണില് ഫലപുഷ്ടത കുറയും, അല്ലെ? ധാതുക്കളായിട്ടും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ കാരണമാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ന്യൂ SCERT-യില് 8th സ്റ്റാൻഡേർഡിൽ ആസിഡുകളുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ബേസുകളെ കുറിച്ചാണ്. ബേസുകളെ കുറിച്ച് തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ആസിഡുകളെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കാം. ഒന്നുകൂടി നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? പുളി രുചിയുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞത്? അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നുണ്ട്. ആസിഡുകളെ പൊതുവായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആസിഡുകളിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകളും ഉണ്ട്. അതിനെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. BH3, BF3, AlCl3, BCl3 ഇതൊക്കെ എന്താന്നാ പറഞ്ഞത്? ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആസിഡുകൾ അതുപോലെ തന്നെ കാർബണേറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് അമ്ലമഴയെ കുറിച്ച് പഠിച്ചു. അമ്ലമഴ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെ പ്രകൃതിക്ക് ദോഷകരമാകുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? പിന്നെ നോക്കിയേ, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന പദാർത്ഥങ്ങൾക്ക് അസിഡിക് നേച്ചർ ആയിരിക്കുമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച പോയിന്റുകളാണ്. പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അലോഹങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാവുന്നു. ആ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് അസിഡിക് നേച്ചറുള്ള ലായനി ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബേസുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത ക്ലാസ് ആയിട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പേരുകൾ, ഇതൊക്കെ LGS ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. നാരങ്ങ നീര് സിട്രിക് ആസിഡ്, മോര് തൈര് ലാക്റ്റിക് ആസിഡ്, പുളിയാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്, വിനാഗിരി ആണെങ്കിൽ അസറ്റിക് ആസിഡ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഉള്ളു പറയാനായിട്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസം ബേസ് ഓൺവേർഡ്സ് നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്കിലി സ്റ്റഡി പ്ലാനുകൾ ആക്സസ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കൂടി എഴുതുക. ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. താങ്ക് യു ഓൾ.